السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്റ്റേജിലുള്ള സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് കേന്ദ്ര സമിതിയുടെ നേതാക്കന്മാരെ, അതേപോലെ ഗണ്യ വ്യക്തിമാരെ, കൂടെ കൂടിയിട്ടുള്ള എൻ്റെ പിരിച്ചത്തെ സഹോദരന്മാരെ, ಹಿರಿಯಾಯങ്ങളെ, ಸತ್ಯವಿಶ್ವಾಸಿಮಾರೆ, ನಕ್ಕೂಡ ತೆಲ್ಲಿನಾರ ಪಲ್ಕಬರಿಯು ತನ್ನೆ ವಿಷಯ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിർസാക്കിന്റെ വിഷയത്തിലും ആ നേതാവുടെ അനുസരണാക്കിന്റെ ഇത്തിബാക്കിന്റെ വിഷയത്തിലായിട്ടിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവു അവസാനമായിട്ട് നിയോഗാക്കിയ നേതാവായിട്ടിക്കറ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഒരു റസൂലു കടന്നു പറഞ്ഞില്ല. ഇന്ന് ഖിയാമൻ നാൾത്തോൽ ബന്റെ മനുഷ്യന്മാർ ആ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ ഇത്തിബാഅക്കിട്ട് അനുസരിച്ചിട്ട് അങ്ങ് ജീവിക്കണം. അപ്പൊ ആറൈത്തിക്കറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തില് ആ റായത്തെ ആൽമാർ പല നംതുല്ലെ ബെടക്ക് തരത്തിലും അന്ധവിശ്വാസത്തിലും കഴിഞ്ഞ ഇന്ന ഒരു കാലഘട്ടത്തില് അങ്ങനെ നടുലെ വെള്ളിയായിട്ട് വന്നേ നേതാവായിട്ടിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റായത്തെ ആൽമാർ എല്ലാ നംതുല്ലെ ബെടക്ക് തരത്തില് കൂട്ടു നിന്റപ്പ അങ്ങാക്കിടെ ഒരു ബെടക്ക് തരത്തും കൂട്ടു നിക്കാണ്ടേ 40 വർഷത്ത് മുന്നൽ നുബുവത്ത് കിട്ടയ്ക്ക് മുന്നലേ സത്യസന്ധമായിട്ട് ജീവനാക്കിയ നേതാവായിട്ടിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റായത്തെ ആൽമാർ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധത കണ്ടിട്ട് അൽ അമീൻ ചൊല്ലെ പേരും അങ്ങ് ആ നേതാവ് വെച്ചോറു. അപ്പൊ റസൂലല്ല, നുബുവത്ത് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ആ റായത്തില് എല്ലാ ആൽമാർ പല പല നംതുല്ല ബെടക്ക് തരത്തിൽ അങ്ങനെ ജീവനത്തെ മുന്നോൽ കൊണ്ടുപോയിന്നോ. എന്തെങ്കിലും അങ്ങനെ നടുവിലെ യാതൊരു രൂപത്തിലെ ബെടക്ക് തരത്ത് പോവാണ്ട് സത്യസന്ധമായിട്ട് ഒരു കളവു ചൊല്ലാണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത് കണ്ടിട്ടേറ്റിക്കറ് ആ ബെടക്ക് തറാക്കുന്ന ആൾമാർ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വെച്ചത് അല്ല അമീൻ ചൊന്തു, വിശ്വസ്തൻ ചൊന്തു. അത്രത്തോളം ആ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് മുന്നോലത്തെ കാലഘട്ടത്തില് ആ രൂപത്തിൽ
അള്ളാഹിന്റെ റസൂലിനെ കണ്ടു. നോക്കൂ, ആ നേതാവിടെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ. ഇന്ന് നുബുവത്ത് മുന്നോലത്തെ ആവട്ടെ, നുബുവത്ത് പിന്നത്തെ ജീവിതമാവട്ടെ, ആ നേതാവ് സത്യസന്ധമായിട്ട് മാത്രമേ തിക്കറ് ആൾമാട്ടിക വർത്തനാക്കി. ആരും ചതിച്ചിട്ടില്ല, ആരും വഞ്ചനാക്കിയിട്ടില്ല, ആരൊട്ടിക്കും ഹസദ് കാട്ടിട്ടില്ല, ആരൊട്ടിക്കും താരതമ്യ കാട്ടിട്ടില്ല, ആരൊട്ടും വേണ്ടാത്ത രൂപത്തിൽ പ്രവർത്തിച്ചിട്ടില്ല, ആരൊട്ടിക്കും അങ്ങനത്തെ അസഭ്യമായ നടത്ത ഒരു രൂപത്തില് ഒരു കടുക് മണിരത്ര പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കാട്ടിട്ടില്ല. കറുകടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുട്ടിക്കും അതേപോലെ സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ രൂപത്തിലേക്ക് പെരുമാറി. ആ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധതരെ അണ്ടത്തെ കാലത്തില് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ അറിയപ്പെട്ട ഒരു നേതാവായിട്ട് അബൂ സുഫിയാൻ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധതരെ അംഗീകരിച്ച ആളായിട്ട് അതിൽ ദീന് വിശ്വസിച്ചിട്ടില്ല, അതിൽ മുശ്രിക്കത്തല്ലേ ഉണ്ടോ അബൂ സുഫിയാൻ, പിന്നെ ദീന് വിശ്വസിക്കരേ. ഓർക്ക് അബൂ സുഫിയാൻ ഹിർക്കലിന്റെ ചക്രവർത്തിയെ കണ്ടുമുട്ടും. ആ ഹിർക്കലിന്റെ ചക്രവർത്തിയെ കണ്ടുമുട്ടിയ സന്ദർഭത്തില് മഹാനായ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിഷയത്തില് ഹിർക്കലിന്റെ ചക്രവർത്തി അബൂ സുഫിയാന്റെ കേക്കറ്, ഇങ്ങനെ മക്കത്തില് ഒരാൾ റസൂൽ ചൊന്തു ബന്നറല്ലേ, പ്രവാദി ചൊന്തു ഒരാൾ ബന്നറല്ലേ, കേക്കറെ ഒരു മുശ്രിക്കായാൽ ചൊല്ലതും അവിശ്വാസിയായാൽ ഉത്തരയ്ക്ക് മനസ്സിലാക്കണം. ഇർക്കലിന്റെ ചക്രവർത്തി കേക്കറെ മക്കത്തിൽ ഓരോ നേതാവ് ബന്നറല്ലേ, ഒരു റസൂൽ ചൊന്തു, ഒരു നബി ചൊന്തു, പ്രവാദി ചൊന്തു ബന്നറല്ലേ, എങ്ങനെ ആ മനുഷ്യൻ പ്രശ്നമായിട്ടേക്കര് ആട്ടി കേക്കരെ അബൂ സുഫിയാൻ കേക്കരെ. അബൂ സുഫിയാൻ അപ്പൊ മുസ്ലിം അല്ല. ആ സന്ദർഭത്തില് അബൂ സുഫിയാൻ ചൊല്ല ഫലകൈത്തിക്കര് ഹൽ കുന്തും തതഅമൂനഹു ബിൽ കദിബ്. അയാൾ കളവ് ചൊല്ലാത്ത ആളായിത്തിക്കര്. ആർ ചൊല്ലേ? ഹിർക്കലിന്റെ ചക്രവർത്തി എങ്ങനെ ആയിട്ടിക്കറ ആളിട്ട് കേൾക്കുമ്പോ അബൂ സുഫിയാന്റെ ഉത്തര തിരിച്ചിട്ട് അയാൾ കളവ് ചൊല്ലാത്ത ആള് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അങ്ങ് ഗൊന്തുണ്ടു ആ നേതാവ് ഒരിക്കലും കളവ് ചൊല്ലില്ല. കാരണം നുബുവത്തിന് മുന്നോലത്തെ കാലത്ത് ജീവിതത്തിലും അങ്ങനെ കൂടെ ജീവിച്ച നേതാവായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാൻ തിരിച്ചു ചൊല്ല ഉത്തര ഇല്ല, അയാൾ കളവ് ചൊല്ലാത്ത ആള്. എന്നിട്ട് പാഠം ഹിർക്കൽ ചക്രവർത്തി കേട്ട അയാൾ വഞ്ചനാക്കറാ ഇല്ല, ആ മനുഷ്യ വഞ്ചനാക്കില്ല. എന്നിട്ട് എന്തായിട്ട് നിങ്ങളുടെ കൽപ്പിക്കിற മനുഷ്യൻ, ആ മുഹമ്മദ് ചൊല്ല മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ റസൂലായിട്ട് വന്ന് പ്രവാദിയായിട്ട് വന്ന് നിങ്ങളുടെ എന്തായിട്ട് കൽപ്പിച്ചോണ്ടില്ലേ? സത്യസന്ധമായിട്ട് അബൂ സുഫിയാൻ ചൊന്നു ഉത്തരായിട്ട് അഅ്ബുദുല്ലാഹ് വഹ്ദഹു വലാ തുശ്രിക് ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കൂ, അവന്റെ ഒരാളുടെ നിങ്ങ ശരീക്കാക്കണ്ട. ചൊല്ല ആളാറ് അബൂ സുഫിയാൻ ആയിട്ട് ആരുടെ വിഷയത്തില്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തില്. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കാത്ത കാലഘട്ടത്തില് ഹിർക്കലിന്റെ ചക്രവർത്തി കേട്ട് ആ മനുഷ്യ എങ്ങനെ എന്തായിട്ട് നിങ്ങളുടെ കൽപ്പിക്കൽ ചൊല്ലുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ചൊല്ലറായത്ത് നുബുവത്ത് കിട്ടിയാൽ പിന്നെ ഒന്നാമത്തെ പ്രബോധനാക്കി വിഷയത്തിക്കര് അഫ്ലലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാനും നന്റെ കാണ്ടി മുന്നോൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ ചൊന്നതിൽ ഏറ്റവും അഫ്ലലായത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹായിട്ട് അല്ലാഹു മാത്രമുള്ളത്, ആരാധ്യനായിട്ട് അല്ലാഹു മാത്രമുള്ളത്. അതേ വിഷയത്തിക്ക് അബൂ സുഫിയാൻ ഇർക്കലിന്റെ ചക്രവർത്തിയെ ചൊല്ലേ ഉഅ്ബുദുല്ലാഹ വഹ്ദഹു വലാ തുശ്രിക് ബിഹി ശൈആ. അല്ലാഹുവെ മാത്രം ആരാധിക്കൂ, അവന്നിട്ട് ഒരാളുടെ സമന്മാർ ഉണ്ടാക്കണ്ട. വേറെ എന്തൊരു കൽപ്പിക്കര്? നിസ്കരിക്കോ ചൊല്ലു, സകാത്ത് കൊടുക്കോ ചൊല്ലു, സത്യസന്ധമായിട്ട് പെരുമാറോ ചൊല്ലു, ആരെ എതിർ കലവ് ചൊല്ലു തീരാണ്ട് ഞങ്ങളുടെ കൽപ്പിച്ചോണ്ടുണ്ടോ?
ಅಪ್ಪೈತಿಕ್ರಿ ಹಿರ್ಕಲ್ದ ಚಕ್ರವರ್ತಿ ಚಿರ್ಚಿ ಕೇಕ್ರ ಪ್ರಶ್ನೆ ಐತಿಕ್ರಿ ಹಿರ್ಕಲ್ದ ಚಕ್ರವರ್ತಿ ಚಿರ್ಚಿ ಚೊಲ್ಲ ವಿಷಯ ಐತಿಕ್ರಿ എന്നെങ്കിലും അബൂ സുഫിയാൻ നിങ്ങ ചൊല്ലത് നേരുണ്ടായെങ്കിൽ നിങ്ങ ചൊല്ലത് സത്യം ഉണ്ടായെങ്കിൽ അതെ അള്ളാഹുടെ മാത്രം ആരാധിക്കണു അവനട്ടെ ഒരാളുടെ ശരീക്കാക്കണ്ട സത്യസന്ധന്മാരായിട്ട് ആൾമാറ്റ വർത്തനാക്കോറു കളവ് ചൊല്ലണ്ട ജക്കാത്ത് കൊടുക്കോറു ഇങ്ങനത്തൊക്കെ വിഷയ മനുഷ്യൻ നിങ്ങളുടെ കൽപ്പിക്കുന്നുണ്ടായെങ്കിൽ പിൽക്കാല ഞാൻ കാൽ വെച്ച മണ്ണ് സാന്ത അയാൾ വിജയിക്കുന്ന ചൊന്തു ഹിർക്കലിന്റെ ചക്രവർത്തി സംഭവിച്ചില്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ആദർശ പ്രബോധന റോം സാമ്രാജ്യത്യം ബെറപ്പാട്ടി വിട്ടില്ലേ? ഇസ്ലാം ദീൻ ദുനിയാവ് ഇടി വ്യാപകമായിട്ട് പോയില്ലേ? അതാ ഇർക്കല്ല ചക്ര ചൊല്ലേ നിങ്ങ ചൊല്ല മനുഷ്യൻ ആ രൂപത്തിലെ സത്യസന്ധണ്ടായെങ്കിൽ നാ കാൽ വെച്ച് ഈ മണ്ണ് പോലും ആ മനുഷ്യൻ വിജയിക്കുന്ന ചൊന്തു ഇർക്കല്ല ചക്രവർത്തി. ആരുടെ വിഷയത്തിൽ ചൊല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലായിട്ടിരിക്കുന്നത്. അത്രമാത്രം അങ്ങനെ കൂട്ടത്തില് അങ്ങനെ ഒട്ടിക്ക് എല്ലാ ബെടുക്ക് തരത്തിൽ നീണ്ടി നിന്ന റായത്തിൽ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധമായിട്ട് ജീവനാക്കി തീർത്തില്ല. ഇനി രണ്ടാമത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുള്ളത്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിക്ക് എത്രമാത്രം പിർച്ച കാട്ടിട്ട് അത് ഞങ്ങൾ മനസ്സിലാക്കണം. അതും കൂടി ഞങ്ങൾ മനസ്സിലാക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്തിന് സമയമായി തിക്കറ്, റൂഹ് പോണ്ട നേരമായി തിക്കറ് അല്ലേ? വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിഷയം പഠിക്കുമ്പോ ഞങ്ങൾക്ക് അതിൽ കാണാൻ കിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഖറാത്തിന് മുമ്പിലായി തിക്കറ്. ആ സമയത്തിൽ പോലും നണ്ടം നിങ്ങൾ ഓർത്തുപോയ നേതാവായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഉമ്മത്തി ചൊന്ത് വിളിച്ചിട്ട് ഏ നണ്ട ഉമ്മത്തി ചൊന്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തില്ല. ഈ ഉമ്മത്ത് വേനായിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചോ ഇന്ന് നേതാവായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് ആയിഷ റളിയല്ലാഹു അൻഹാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടമന്ത് നബിയുടെ പെഞ്ഞായിത്തിക്കർ ആയിഷ റളിയല്ലാഹു അൻഹാ അള്ളാന്റെ റസൂലെ നക്ക് വേനായിട്ട് അള്ളാഹുട്ടിക്ക് പ്രാർത്ഥിക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ ആയിഷ നീനെല്ലാം പുറത്തു കൊടുക്കണം, ഇന്ന് കടന്ന് പണ്ടതും രഹസ്യമായിട്ടുള്ളതും ബഹിരംഗമായിട്ടുള്ളതും അല്ലാഹു നീ പുറത്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നിക്ക് നന്റെ ദുആത്തിൽ ಖುಷಿ ಆಯ್ತಾ? ಆಯಿಷಾ റളിയല്ലാഹു അൻഹ ചൊന്തു നന്റെ മനസ്സിಗೆ നല്ല ഒരു സംതൃപ്തി ആയിട്ട് നബിയെ. അപ്പൈറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ വല്ലാഹി അല്ലാഹുടെ തന്നെയായിട്ട് സത്യ ഇന്നഹാ ലദുആഇ ഉമ്മത്തി ഫീ കുല്ലി സ്വലാത്ത്. ഈ പ്രാർത്ഥന നന്റെ 5 വക്തിലെ നിസ്കാരത്തിലും നന്റെ ഉമ്മത്ത് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം, ഈ ഉമ്മത്ത് വേനായിട്ട് പ്രതി വക്തി നിസ്കാരത്തിലും എല്ലാ നിസ്കാരത്തിലും വേനായിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേനായിട്ട് പ്രാർത്ഥിച്ചത്. നമുക്കൊരു ഇത്ര മാത്രം ഒരു ഉമ്മത്തിനെ പിർസാക്കുന്ന നേതാവ് ദുനിയാവിൽ എവിടെയായിട്ട് കഴിഞ്ഞു പോയിടേ, എവിടെയായിട്ട് ദുനിയാവിൽ കഴിഞ്ഞു പോയിടേ. അത്ര മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ വേനായിട്ട് ഈ ഉമ്മത്തിനെ നന്മയ്ക്ക് വേനായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അല്ലാഹ് ചൊന്നല്ലേ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തു ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എന്തായിട്ട് ഖുർആൻ ചൊല്ലേ? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും. ഇതാ നിങ്ങളിലേക്ക് ഒരു റസൂൽ വന്നത്. എങ്ങനത്തെ റസൂൽ ചൊന്നിട്ടെങ്കിൽ അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിലൂടെ ചൊല്ലേ ആ റസൂൽ എങ്ങനെ ചൊന്നിട്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് കേൾക്കരുത് ആ റസൂൽ സഹിക്കില്ല ചൊന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ. അതായത് ആ നേതാവുടെ ഉമ്മത്ത് കഷ്ടപ്പെടുന്നത് ആ നേതാവ് സഹിക്കില്ലാണ്ട് ആര് ചൊല്ലിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ നമുക്ക് പഠിപ്പാറ്റന്റെ മാത്രമല്ല ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതെ ആ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ വാത്സല്യമുള്ള നേതാവായി തീർന്നു. നോക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആല ആറ് വിഷയത്തിൽ ചൊല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ നമുക്ക് പഠിപ്പാറ്റന്റെ. അതുകൊണ്ട് ഈ ഉമ്മത്തിന് അത്രമാത്രം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചാക്കിട്ട് ഞങ്ങൾ ആരും നരകത്ത് പോകേണ്ടത് ആ നേതാവ് ഇഷ്ടമില്ല. ഞങ്ങൾ ആരും ജഹന്നമ കടക്കരുത് ആ നേതാവ് ഇഷ്ടമില്ല.
അത്രമാത്രം ഈ ഉമ്മത്തിന് മേൽ പിർസം ആരെത്തിപ്പിച്ച് നേതാവായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിട്ട്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ സംബന്ധിച്ചിട്ട് ആ നബിയുടെ പിർസാക്കൃതും ആ നബിയുടെ ഇത്തിബാക്കൃതും അത് ഈമാന്റെ ഭാഗമെത്തിക്കരുത്. ഖുർആൻ ചൊന്നില്ലേ സത്യവിശ്വാസികളെ സംബന്ധിച്ചിട്ട്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാൻ ചൊല്ലേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിട്ട് സ്വന്തം ശരീരത്തെ കാണ്ടി കടപ്പെട്ട ആളായിത്തിക്കർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? സ്വന്തം ശരീരത്തെ കാണ്ടി കടപ്പെട്ട ആള് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിങ്ങളെ നഫ്സിനെ കാണ്ടി യാരെ കടപ്പെട്ട ആളായിട്ടിക്കർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിങ്ങൾ പിർസാക്കണു ആക്കിയോറു ആര്? ഞങ്ങൾ മുൻഗാമിയായ ആ നേതാവോട് കൂടെ ജീവിച്ചേ സ്വഹാബത്ത്. ആ സ്വഹാബത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിർസാക്കിയോറു. കാരണം ഇണ്ട് ഞങ്ങളേതൊരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, വഫാത്തായിട്ട് പോയിട്ട്. എന്തെങ്കിലും സ്വഹാബിങ്ങളെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ട് എത്രത്തോളം ചെന്നെങ്കിൽ സ്വന്തം ശരീരം പോലും പ്രയാസം അനുഭവിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൊട്ടക്ഷൻ കൊടുത്തോരു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് കൊണ്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫസ്റ്റ് കാലഘട്ടത്തില് അർക്കം റളിയല്ലാഹുവിന്റെ ഔത്തുൽ രഹസ്യമായി തെറ്റിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനാക്കിന്ന്. കാരണം ഫസ്റ്റ് കാലഘട്ട അല്ലേ തൗഹീദ് ഒരു രായത്തിൽ ഫസ്റ്റ് ചൊല്ലു പോകുമ്പോ അവിടെ അവസ്ഥ എങ്ങനെ നിക്കര്, അവിടെ പ്രതിക്രിയ എങ്ങനെ നിക്കര്, അതേപോലത്തെ അവസ്ഥ എത്തിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹ് അവിടെ മാത്രം ആരാധിക്കൂ. കഅബാലത്തെ ഉൽഗുല്ലേ ലാത ഉസ്സ മനാത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിങ്ങൾ ആരാധിക്കണ്ട. അങ്ങ് അല്ലാഹ് അവിടെ അടിമമാരായിട്ടിക്കോ. നിങ്ങളെ ആരാധന നിങ്ങളെ പ്രാർത്ഥന ഇലാഹായ അല്ലാഹു മാത്രമേ ചൊല്ലുമ്പോ അല്ല അമീൻ ചൊന്തു കണ്ടിട്ടിന്ന ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം കൊടുക്കൂ പ്രത്യേകരു. ആ സന്ദർഭത്തിലായിട്ടിക്കര് അർക്കം റളിയല്ലാഹുവിന്റെ ഔത്തുൽ രഹസ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനാക്കര്. കാരണം പർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തേടിയുണ്ടുള്ളോರು ആക്രമിക്കൂ കൊല്ലുക അങ്ങ് തേടിയുണ്ടുള്ളോರು. ആ സന്ദർഭം തേടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടാണ്ടാകുമ്പോ ആ കൂട്ടത്തിൽ ചില ആൾ ചൊന്നോರು മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഉണ്ട് ചൊന്തു ഗൊಂತುള്ള ഒരാളുണ്ട്. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ അങ്ങ് പിടിച്ചോറു. പിടിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടോറു ഐന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ ഇട്ടിക്കർ മുഹമ്മദ് ചൊല്ലു നീ മുഹമ്മദ് എവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഇട്ടിക്കർ മുഹമ്മദ് ഓണി പടി വെച്ചിനിങ്ങ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കലോ ചൊന്നില്ല, నాకు గొంతిల్ల అని చొంతుల్ల గొంతుండు నాను చొల్లుల్ల. നന്റെ റസൂലുള്ള ഏത് പക്കത്തിൽ ഇപ്പൊ ഉണ്ട് ചൊന്തു നക്ക് കൃത്യമായിട്ട് ഗൊന്തുണ്ടു നാന് ചൊല്ലില്ല. പാഠം കേട്ടോರು ഐന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഇട്ടിക്കർ മുഹമ്മദ് ഇല്ല. എന്തൊക്കെ കേക്കറെന്തേ? അള്ളാന്റെ റസൂലിനെ ആക്രമിക്കുക കൊല്ലുക പേനായിട്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നയില്ല, നക്കു ഗൊന്തില്ല ഉത്തരത്തരെ. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരീരൂപത്തിലങ്ങ അടിച്ചോറും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചോറും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതമായിട്ട് അവിടെ ബൂന്തു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു ചൊന്തു അങ്ങ് എന്താക്കിയോರು വിട്ടുപോയോರು. അങ്ങ് വിട്ടുപോയോರು. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, അതായത് അതിൽ മരിച്ചു പോയി ചൊന്തു അങ്ങ് വിട്ടുപോയോರು. ആ സന്ദർഭത്തിലായിത്തിക്കര് ഈ വിഷയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മക്ക് കിട്ടേ. അങ്ങനെ ഉമ്മ ഓടിയ വന്ന് താങ്ങിട്ട് ഔട്ട് ചേർത്ത് പോയിട്ട് ശുശ്രൂഷാക്കറ് ട്രീറ്റ്മെന്റ് കൊടുക്കൂ. അങ്ങനെ ബോധ വന്നപ്പ ഉമ്മ എന്ന നിലക്ക് ഉമ്മ അവിശ്വാസിനായിട്ട് ഉമ്മ എന്ന നിലക്ക് മോനെ ആ മുഹമ്മദ് സവാസനി ബൂടു നോക്ക്, ഇത്ര പ്രയാസം നീ അനുഭവിച്ചിട്ടില്ല, ഇത്ര കഷ്ടപ്പാട് നീ അനുഭവിച്ചിട്ടില്ല മോനെ, ഇത്ര ബുദ്ധിമുട്ട് നീ അനുഭവിച്ചിട്ടില്ല മോനെ. അതുകൊണ്ട് മുഹമ്മദ് സഹാസനി ബൂടു. അബൂബക്കർ ಸಿದ್ദೀഖ್ റളിയല്ലാഹു അൻഹു പലക്കൊണ്ടു ഉമ്മ നന്റെ കൽബുഗു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേ ആ തൗഹീദർ പ്രകാശ കടന്നു പോയിട് നന്റെ ജീവ പോയെങ്കും ನಾನು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുണ്ട് നാ ചൊല്ലില്ല. അങ്ങനെ ഉമ്മ ചൊന്തിക്കട്ട് തൊന്തരില്ല, നീನು മുഹമ്മദ് കുടിക്ക് എന്തെങ്കിലും ഉമ്മ കേക്കര് ഐന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
എവിടെ ഇട്ടിക്കര് മുഹമ്മദ് ഉമ്മ എന്ത് കേക്കരേ പിന്നെ ചൊന്നു കൊടുക്കാൻ ടാർഗെ ശത്രുമാർ ചൊന്നു കൊടുക്ക അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നില്ല കാരണം നീനൊരു അവിശ്വാസിനായ പെണ്ണൈത്തിക്കര ഞാൻ ചൊല്ലുക ഇഷ്ടപ്പെടില്ല ഉമ്മട്ടിക പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആക്രമിക്കുക അങ്ങ് ബന്നപ്പ ആ രൂപത്തിൽ കേൾക്കുമ്പോ ശാന്ത അള്ളാന്റെ റസൂൽ എവിടെ ഉണ്ടുണ്ടങ്ങ ചൊന്നില്ല നോക്കൂ സ്വന്തം ശരീര സഹോദരന്മാരെ സ്വന്തം ശരീരത്തിന് പ്രയാസം അനുഭവിക്കുമ്പം സ്വന്തം ശരീരത്തിന് പ്രതിസന്ധി നേരിടുമ്പം ആ സന്ദർഭത്തിൽ പോലും എവിടെ ഇട്ടിക്കര് മുഹമ്മദ് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നില്ല തീന്തില്ല ഇങ്ങനത്തെ ചരിത്ര ഞങ്ങളെ മുന്നിൽ ഇല്ല സഹോദരന്മാരെ എത്ര ചരിത്രങ്ങൾ ഞങ്ങളെ മുന്നിലുണ്ട് സ്വന്തം ജീവന്റെ സന്ദർഭത്തിൽ പോലും ഒരു സഹാബിട്ട് കേട്ടില്ലേ നിന്റെ ബദൽ കൊല്ലോ പോണ്ടേല്ലേ നിന്റെ ബദൽ നിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് തലയുടെ എടുത്തിട്ട് ഞങ്ങൾ ആ കൊന്നുപുട്ര ചൊല്ലുമ്പോ എന്തിന്റെ അഭിപ്രായ കേൾക്കുമ്പോ അപ്പ സ്വഹാബി ചൊന്ന ഫലക്ക നന്റെ റസൂൽ ഇപ്പൊ എവിടെ ഉണ്ടു ಎಂತ ಇಲ್ಲ ಕಾಲು ಅಲ್ಲಿ ಶರೀರಕ್ಕೆ ಒಂದು ಮುಳ್ಳು ತರಿಸಿತ್ತು ವೇದನಿಸಿತ್ತು ಅದು ಪೋಲಂ ನಕ್ಕೆ ಕೇಕೋಗು ಸಾಧ್യമಲ್ಲ അതുകൊണ്ടേ നണ്ട് യന്ത്രമിനെ നിങ്ങൾ ആക്കോരു അള്ളാന്റെ റസൂലിന്റെ നണ്ട് നേതാവിടെ ഒരു ലബ്സ് പോലും ഞാൻ ചൊല്ലുക വയസ്സില്ല ചൊന്താമ്പോ അതിലെ കൊന്നു കഴിഞ്ഞോറു സഹോദരന്മാരെ ഈ ചരിത്രം ഇത് ഉണ്ടാക്കി വെച്ച ചരിത്രമല്ല ബദലായിട്ട് ഇങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിർസാക്കിയ ഒരു കാലഘട്ട സ്വന്തം ആ നേതാവിടെ ശരീരത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്ത ഒരു കാലഘട്ട നോക്കൂ ബാക്കി പിന്നല്ലേ വിഷയമല്ല സ്വന്തം ശരീരത്തിൽ പോലും ബുദ്ധിമുട്ട് വരുമ്പോ പ്രയാസം വരുമ്പോ ആ നേതാവട്ടെ അതല്ലേ സ്വന്തം ശരീരത്തെ കാട്ടി കടപ്പെട്ട ആളായിട്ടിക്കാറ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അള്ളാന്റെ റസൂലിനെ ഞങ്ങൾ ഇത്തിബാക്കണ്ടേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞങ്ങൾ പിർസാക്കണ്ടേ സഹോദരന്മാരെ ആ അള്ളാന്റെ റസൂലിനെ അനുസരണാക്കണ്ടേ എന്നിട്ട് ഞങ്ങൾ ചൊല്ലാ ഞങ്ങൾക്ക് ഞങ്ങളെ നേതാവുടെ മേൽ നല്ല പിർസുണ്ട് സഹോദരന്മാരെ ഈ ശബ്ദ കേക്കരെ ഈ നന്ദാവർ ചൊല്ല പ്രദേശത്തിന്റെ സഹോദരന്മാരെ ഹിരിയായങ്ങളെ ഊടെ കൂട്ടിൽ എന്റെ സഹോദരന്മാരെ ചൊല്ല നണ്ടെട്ടിക്കും ഞങ്ങളെ മനസ്സിട്ടൊന്ന് കേക്കോറോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞങ്ങൾ എത്ര അനുസരിച്ചോണ്ടുള്ള നേരത്തെ ഓതില്ലേ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലിന്റെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടല്ലേ ഖുർആൻ ചൊന്നേ ഉത്തമമായ മാതൃക ഉണ്ടല്ലേ എല്ലാ വിഷയത്തിലും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉണ്ട് മുസ്ലിം ഉമ്മത്ത് എത്ര അനുസരിച്ചിട്ടുണ്ടോ എത്ര നേതാവിടെ പിമ്പറ്റി ഉണ്ടോ എത്ര റസൂലിനെ അനുസരിച്ച് പ്രശ്ന കേൾക്കുന്നു സഹോദരന്മാരെ ಪ್ರಶ್ನೆ ಕೇಳ್ಕೊಂಡು ನಂಗೆಲ್ಲ ಕಲ್ಬಿಟ್ಟು ಕೇಳ್ಕೊನು ನಾನು ನಂಡೆ ಕಲ್ಬಿಟ್ಟು ಕೇಳ್ಕೊಂಡು ನಿಂಗೆಲ್ಲ ಕಲ್ಬಿಟ್ಟು ಕೇಳ್ಕೊನು ആ രൂപത്തിൽ സ്വന്തം ശരീരത്തെ കാട്ടി ആരെ പിർസാക്കിയ ചരിത്രം ഞങ്ങൾ മുന്നിലുണ്ട് എന്നിട്ട് ഈ സന്ദർഭത്തിൽ നാനും നിങ്ങ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന സാക്ഷ്യം വെച്ച ചൊന്നങ്ങനങ്ങ എന്നിട്ട് ആ റസൂലിനെ ഞങ്ങൾ എത്ര അനുസരിച്ചിട്ടുള്ള ഇത്തിബാക്കിട്ടുള്ള ഒരു യഹൂദിയായ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിഷയത്തിൽ ഒരു കാർട്ടൂൺ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിഷയത്തിൽ ഒരു മോശമായ ചിത്രീകരണം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും ബേജാറാവണം ദുഃഖാവണം ശരി ആവടും കാരണം അത് ഈമാന്റെ ഭാഗമായിത്തേക്കരുത് കാരണം എല്ലാ മുസ്ലിമിങ്ങ അത് ആറ് പെണ്ണുങ്ങാവട്ടെ അങ്ങനെ ആറ് എന്ത് പെണ്ണ് ചൊന്നെങ്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നിട്ടെങ്കിൽ അത് മനസ്സിന് ദുഃഖാവണം ബേജാറാവണം എന്നിട്ടെങ്കിൽ അവിടെ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കണു അങ്ങനെ യഹൂദിയാക്കുമ്പോൾ ഞങ്ങൾക്ക് ബേജാറാവുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ഉമ്മത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പലക്കത്ത് എത്രമാത്രം തിരസ്കാരാക്കിയിട്ടുണ്ടോ അതുകൂടി ഞങ്ങൾ മനസ്സിലാക്കണ്ടേ സഹോദരന്മാരെ അതുകൂടി ഞങ്ങൾ പഠിക്കണ്ടേ സഹോദരന്മാരെ ആരതായിട്ടിക്കര സഹോദരന്മാരെ അല്ലേ ഖബറു സിയാറത്തിന്റെ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട് തന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട് തണ്ട് അത് സലഫിങ്ങ വിരോധിக்கிறങ്ങാണ്ട് പല ആൾമാർ അപപ്രചാരക്കുന്നു എന്നെങ്കിലും വാസ്തവത്തില് യഥാർത്ഥമായ ഖബറു സിയാറത്ത് ആക്കിറങ്ങായിട്ടിക്കര സലഫിങ്ങ അത് സമൂഹത്തിലേക്ക് ആക്കോ ചൊല്ലങ്ങായിട്ടിക്കര സലഫിങ്ങ എന്തിട്ടിക്കര ഖബറു സിയാറത്ത് ചൊല്ല ഒരു നേട്ടം ഇതാ ഈ ഗ്രൗണ്ട് അപ്പുറത്ത് ഒരു ഖബർസ്ഥാനം ഉണ്ട് അല്ലേ അതിൽ എത്ര ആൾമാരെ ജനാസ മറമാടിയിട്ടുണ്ട് അല്ലേ അതെ പോണ ഖബർസ്ഥാനം സന്ദർശിക്കണു ആ ഖബർസ്ഥാനത്ത് സന്ദർശിച്ചിട്ട് അങ്ക് ബേനായിട്ട് അല്ലാഹുവിനെ പ്രാർത്ഥിക്കണു
ഫഇന്നഹാ തുദഖിറുകുമുൽ ആഖിറ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത. രണ്ട് വിഷയം അവിടെ നടക്കരുത്. എങ്ങനത്തെ ബിസി സമയത്തിൽ പോലും കല്ല് മനസ്സ് പോലും ഒരു കബർ സന്ദർശിക്കുമ്പോ അല്ലെ, ഒരു സഹോദരൻ അവന്റെ അബ്ബടെ കബർ അവന്റെ അബ്ബടെ മയ്യത്ര കബർ ജനാസ മറമാടിയിട്ടുണ്ട്, അവന്റെ ഉമ്മടെ മയ്യത്ര ജനാസ മറമാടിയിട്ടുണ്ട്. ആ പക്കത്ത് അവന് പോണ്ട. അവന്റെ ഉമ്മ ഉണ്ട് അതിറുക ആ കബറുക, അവന്റെ അബ്ബയ്ക്കും ആ കബറുക, അല്ലെങ്കിൽ അവന്റെ സഹോദരന്മാർക്കും ആ കബറുക. എന്നിട്ട് ആ കബർ സ്ഥാനത്തെ ആ കബറിന്റെ മുട്ട പോയിട്ട് അല്ലെ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, ഞാൻ എങ്ങനെ ജീവിച്ചെങ്കും
ತೂಗಾವ್ಲೆ ಅದರ ಅರ್ಥ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅದರ ವಿರೋಧಿಸಿತ್ತು. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിരോധിച്ചിട്ട് ഏതിരെ ആ രൂപത്തിൽ തലയുടെ മുടി എടുക്കണ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ബാലക്കാർമാർ മനസ്സിലാക്കണോ? എത്ര ആൾ അങ്ങനെ എടുക്കില്ലേ? സൈഡിൽ ഇങ്ങനെ പഠിച്ചിട്ട് മേൽ മുടി വിട്ടുറങ്ങ ഇല്ലേ എന്നെങ്കിലും മനസ്സിലാക്കണോ? അത് ആര് പലക്ക? ആ വിരോധത്തെ പലക്ക ആരത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തിരസ്കാരാക്കില്ലേ? ഞങ്ങൾ തിരസ്കാരാക്കില്ല. ചെറിയതായിട്ട് അത് ചെറിയതായിട്ട് കാണണ്ട, ബദലായിട്ട് അത് ആറ് പലക്ക. ഉമ്മമാരെ സഹോദരിമാരെ മനസ്സിലാക്കണു. ഞങ്ങളെ മക്കളെ ഹെയർ കട്ടിങ് കൂട്ടിയ പോകുമ്പോ അവിടെ ദയിപ്പാട്ടിട്ട് ഇന്നാളുടെ സ്റ്റൈലും ഇന്നാളുടെ ഫാഷൻ ആക്കുമ്പോ മനസ്സിലാക്കണു. നിങ്ങൾക്ക് വേണായിട്ട് പ്രാർത്ഥിച്ച ഒരു നേതാവുണ്ട്, ഞങ്ങൾക്ക് വേണായിട്ട് പ്രയാസം വെച്ച ഒരു നേതാവുണ്ട്. ആ നേതാവ് ചൊല്ലേ അങ്ങനെ പാടില്ലാണ്ട് അത് വിരോധിച്ചിട്ട് നേതാവ് ചൊല്ലുമ്പോ ഞങ്ങൾ അതിലെടുത്തോണ്ടുള്ള. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിട്ട് ഞങ്ങൾ ഇത്തിബാ ആക്കിക്കൊണ്ടില്ലേ, അനുസരിച്ചുണ്ടല്ലേ? ഇന്നത്തെ പെണ്ണിങ്ങളെ ഡ്രസ് നോക്കോറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തല്ലേ അവസാന കാലത്ത് തന്റെ ഉമ്മത്തിൽ ചില പെണ്ണിങ്ങ പണ്ട് അങ്ങ് ഡ്രസ് ഇട്ടൊരു ഇടാത്ത പോലെ അങ്ങ് ചാഞ്ഞും ചറിഞ്ഞും വണ്ടട് കുബ്ബ പോലെ അങ്ങനെ മുടി കെട്ടിട്ട് നടക്കോറു. ലാ യദ്ഖുലൂനൽ ജന്നത വലാ യജിദിന റീഹഹാ. സ്വർഗ്ഗവിടോറു, സ്വർഗ്ഗത്തെ മണപ്പോലും ആ പെണ്ണിങ്ങ ഇല്ല ചൊന്തു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യ എത്ര സഹോദരിമാര് തങ്ങളെ സൗന്ദര്യത്തെ അട്രാക്ഷൻ ആക്കുവാനായിട്ട് എങ്ങനത്തെ നംതല്ലേ തങ്ങളെ ഔറത്ത് കാട്ടുന്ന പോലത്തെ ഡ്രസ് ഇട്ട് നടക്കില്ലേ? ഇത് അന്യ കോമഡി വിഷയത്തിൽ ചൊല്ലേ, ഞങ്ങൾ ഉമ്മത്തിന്റെ വിഷയം ചൊല്ലേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ലൂസായ വസ്ത്രം ഇടോറു. ഒരു ലൂസായ വസ്ത്രം നിങ്ങൾ ഇടോന്ന് ചൊന്തോ അല്ലാണ്ട് അത് നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട്. ഇന്റെ എത്ര അത്യാചാരം നടന്നുകൊണ്ടുണ്ടോ, എത്ര റേപ്പ് കേസ് ഇങ്ങനെ നടന്നുകൊണ്ടു അല്ലെ? പണ്ട് ഒരു റേപ്പ് നടന്നിട്ടായി ഭയങ്കര അത് ആശ്ചര്യമിട്ടോക്കെന്നു. ഇന്റെ അത് ഒരു സാധാരണ വിഷയമായിട്ട് പോയിട്ട് എന്നിട്ടെങ്കിൽ സമീക്ഷ എടുത്തോറും എന്തുകൊണ്ട് ഇങ്ങനെ റേപ്പ് നടക്കണല്ലേ? അതിൽ ബഹുഭൂരി അങ്ങിട്ട ഡ്രസ് കൊണ്ട് അങ്ങനെ സൗന്ദര്യത്തെ പ്രദർശനാക്കിയത് കൊണ്ടായിട്ട് അങ്ങനെ നടക്കരുത്. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ചൊല്ലേ ജലാബി വചന്തു പൂർണ്ണമായിട്ട് മറമാടുന്ന ഒരു വസ്ത്ര അത് നിങ്ങൾക്ക് സംരക്ഷണായിട്ട് ചൊന്തു, അത് നിങ്ങൾക്ക് സംരക്ഷണായിട്ട് ചൊന്തു. അതുകൊണ്ട് സഹോദരന്മാരെ മനസ്സിലാക്കണു. ഞാൻ എന്റെ പലക്കത്ത് നിപ്പാട്ടെ ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കിയത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ പിർസാക്കിന്റെ വിഷയത്തില്. ആ പിർസ എങ്ങനാവണു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ അനുസരിച്ചിട്ടാവണു, ഇത്തിബാ ആക്കിയിട്ടാവണു. നോക്കൊരു വിശുദ്ധ ഖുർആനില് ഒരു ആയത്ത് നിങ്ങൾ മുതൽ ഓടുക. ഫല്യഹ്ദറില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ ആജ്ഞയ്ക്ക് നിങ്ങൾ വിരുദ്ധമായിട്ട് നടന്നിട്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രയാസത്തെ നിങ്ങൾക്ക് ഫിത്ന പണ്ട് നിങ്ങൾ കാക്കോറുണ്ടു. വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഒരു ഫിത്ന പണ്ട്, പ്രയാസമുണ്ട്, കഷ്ടപ്പാട് പണ്ട്. എന്റെ മുസ്ലിം ഉമ്മത്ത് ഈ രൂപത്തിലുള്ള പ്രയാസ പറഞ്ഞു. കാരണം ചൊന്നല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരസ്കാരായിക്കറ. ആ റസൂലിന്റെ പലക്കത്തെ ഞങ്ങൾ തിരസ്കാരായിക്കറ. സഹോദരന്മാരെ മനസ്സിലാക്കറു. ഓരോ വിഷയം എടുത്ത് നോക്കറു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പലക്കത്തെ പോലെ നാനുല്ലേ, ആ റസൂലിനെ പോലെ ഞാൻ അനുസരിച്ചില്ലേ? എത്രത്തോളം ഒരു വിവാഹ ഞങ്ങൾ ഔത്ത് നടക്കട്ട്, ഒരു മങ്ങില നടക്കട്ട്. എന്തായിട്ടിക്കറ ഒരു മങ്ങിലത്തെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് തന്നെ. എന്തായിട്ടിക്കറ ഒരു നിക്കാഹ് ഒരു ഒലിമല്ലാണ്ട് മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് തന്നറാ. ഇന്റെ വിവാഹത്തെ പേരില് എന്തെല്ലാം അനാചാര ഇസ്രാഫ് നടക്കില്ലേ? മങ്ങിലത്തെ മൂന്നൊന്ന് ഹലാദി ചൊന്തു, മങ്ങിലത്തെ ಅದಕ್ಕೆ ಅಯಿಲ್ പിന്നെ ಮೈಲಾಂಜಿ ಚೊಂತು, ಅಯಿಲ್ പിന്നെ മങ്ങിൽ അയിൽ പിന്നെ പാടം കുറേ ഫംഗ്ഷൻ, ಅದರ പേരിൽ ഗെറ്റ് ടുഗദർ ചൊന്തുള്ള ഒരു ഫംഗ്ഷൻ. എത്ര ഇസ്രാഫു സഹോദരന്മാരെ. ഇങ്ങനത്തെ വിവാഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നെ. അല്ലാഹുവിന്റെ ദീൻ സുലഭല്ലേ? അല്ലാഹുവിന്റെ ദീൻ അനുസരിക്കുക സുലഭല്ലേ? ഒരു വിവാഹം ചൊല്ലുമ്പോൾ എത്ര സരളമായിട്ട് ഇസ്ലാം പഠിപ്പാട് തന്നെ. ഇന്റെ ആ വിവാഹത്തെ എത്ര ദിനമായിട്ട് ഉമ്മത്താക്കിക്കൊണ്ടുണ്ടു. എത്രത്തോളം ചൊന്നേ സഹോദരന്മാരെ. ഇപ്പൊ ഒരു പെണ്ണ് നോക്ക് പോണ്ട സാന്ത എങ്ങനെ എത്തിക്കര്? ആ പെണ്ണ് ആ ആണ്ട് ഉമ്മ പോകുമ്പോ മൂത്തോൾ പോണ്ടല്ലേ എല്ലാ അങ്ങനെല്ലാം കയ്യിൽ ഓരോ ബുക്ക് ചോക്ലേറ്റ് അല്ലേ? മുഞ്ഞാണ്ട് ഒരാൾ ചൊല്ലു, ഒരു സഹോദരൻ ചൊല്ലു, ഒരു പെണ്ണ് ഒരു സഹോദരി പാവപ്പെട്ട ഔത്തരം കയറ്റിക്കറോറും. ആ പെണ്ണിന്റെ അബ്ബ ദിനകൂലി ആക്കിയ ഒരു മനുഷ്യനായിട്ടിക്കര്. അങ്ങനെ ആ പെണ്ണ് ഒരു പൊതുവന്ത് നല്ലൊരു നയിക്കുന്ന ഒരു ചെറുക്ക, നല്ലൊരു ബുദ്ധിയുടെ സ്വഭാവത്തെ ചെറുക്ക. അങ്ങനെ ആ ചെറുക്കയുടെ ഔത്തങ്ങ വന്ന് ആ പെണ്ണിന്റെ പെണ്ണു നോക്കി പോയറു. അങ്ങനെ ഈ പെണ്ണ് അബ്ബട്ടി ചൊല്ലേ നക്കി പൊതു വേണ്ട എന്ത് എടുത്ത അബ്ബ അങ്ങ് വരുമ്പോ ചോക്ലേറ്റ് പിടിച്ച വന്നില്ല, അങ്ങ് വരുമ്പോ എന്തു നക്ക് പിടിച്ച വന്നില്ല. ಕಾರಣ ಇದೈತಿಕ್ಕಿರು ವಿವಾಹത്തെ ಭಾಗ ಚೊಂತು ಇಂಡത്തെ ಬೆಲ್ಲಾಯ ಮಂಡ ತಲೆಮುರೆ മനസ്സിലാക്കിക്കൊണ്ടുണ്ടോ? ഇതിൽ ആക്കിര ആൾമാറുള്ളവരും എത്ര ഉപദേശിച്ചെങ്കും തങ്ങളെ മനസ്സിനെ തിരുത്താത്ത ആൾമാറുള്ളവരും മരണത്തെ പേടിക്കാത്ത ആൾമാറുള്ളവരും
ഇതെല്ലാം കാര്യം മനസ്സിലാക്കുന്നു. ഇതൊക്കെ ആര് പലക്കത്തി എതിരായിട്ട് അങ്ങ് പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന്റെ കാര്യത്തില് എല്ലാ വിഷയത്തെ ആ റസൂലിന്റെ അന്തിമമായ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് അല്ലാഹു പഠിപ്പാട് തന്നറ. ഏതും ബാക്കിയാക്കിയിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് തന്ന. എന്തെങ്കിലും മുസ്ലിം ഉമ്മത്ത് നേരത്തെ ചൊന്നല്ലേ ഒരു യഹൂദി എന്താക്കിണ്ടെങ്കിൽ നമുക്ക് ദുഃഖാവിടും. അതേ നേരത്തേക്ക് ഞങ്ങ ആ യഹൂദ സംസ്കാരം എത്ര ഞങ്ങൾ കൂടെ ഉണ്ടോ, എത്ര ഉണ്ട് സഹോദരന്മാരെ, എത്ര യഹൂദ സംസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നില്ലേ ജാവ് വറങ്ങു പോണ്ട നേരത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാടുത്തേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടുത്തേണ്ടത് ഫതവല്ല വുളൂഅക ലിസ്സലാ, നീ വുളൂ എടുക്ക്, നിസ്കരിക്കുന്ന ഫലം നീ വുളൂ എടുത്ത്, എന്നിട്ട് നിന്റെ ബെഡ്റിന് ചക്കാക്ക് അതിനെ കൊടി. എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം പിർസ വെച്ചിട്ട്. കാരണം ഒരു ബെഡ്റിൽ എന്തെങ്കിലും ഒരു വിഷജന്തു ചേരിട്ടിക്കൂ അല്ലേ, എത്ര ആൾമാർ അങ്ങനെ മരണപ്പെട്ടു പോണില്ലേ. ഇട്ട പായിಗೆ പോയിട്ട് ഉറങ്ങിടങ്ങ അതിനടിയിൽ എന്തായെങ്കിലും ഒരു വിഷജന്തിന്നിട്ട് അത് കുത്തിട്ട് മരണപ്പെട്ടു പോണ്ടെങ്കിലേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പിർസാക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നിന്റെ ബെഡ്റൂം ചക്കാക്ക്, എന്നിട്ട് സൂറത്ത് മുവവ്വിദാത്തുകൾ ഓതിട്ട് തടവണു, എന്നിട്ട് ബൽത്ത് സൈഡ് വെച്ച് ഉറങ്ങണു, എന്നിട്ട് പ്രാർത്ഥിക്ക് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹ്യ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വലതു അംരി ഇലൈക ചൊല്ലി പ്രാർത്ഥന. എത്ര പ്രാർത്ഥന ഞങ്ങൾ എത്ര ആൾ ഇതാക്കുക മനസ്സിലാക്കണം. ഈ ശബ്ദം കേൾക്കേ ഈ രണ്ടാവര ചൊല്ലി ഈ പ്രദേശത്തെ പാലക്കാർമാരെ ഞങ്ങൾ എങ്ങനെ ജാവ് ഉറങ്ങിട്ടില്ലേ. സിനിമ നോക്കിയിട്ടും സീരിയൽ നോക്കിയിട്ടും പാതിര ജാവ് 1.5 ഗಂಟೆ ജാവ് ഉറങ്ങാണ്ട് അത്തരത്തിലുള്ള അശ്ലീലമായ വീഡിയോത്തെ കണ്ടിട്ടല്ലേ ഞങ്ങൾ ഉറങ്ങടേ. ആ സമയത്തിൽ മരണം സംഭവിച്ചിട്ടെങ്കിൽ എവിടെ കേട്ടിക്ക് ഞങ്ങൾ യാത്ര, എവിടെ കേട്ടിക്ക് ഞങ്ങൾ പോണ്ടത് മനസ്സിലാക്കണം സഹോദരന്മാരെ. ഞങ്ങൾ മനസ്സിലാക്കണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ഞങ്ങൾക്ക് വിരോധിച്ചിറ, അല്ലാഹു റസൂലു എന്തൊക്കെ ഞങ്ങൾക്ക് വിരോധിച്ചിറ അതൊക്കെ ഞങ്ങൾക്ക് എഫക്റ്റ് ഉള്ളതായിട്ടിക്കരുത്. അത് കൂടി മനസ്സിലാക്കണം. അല്ലാഹു റസൂൽ എന്തൊക്കെ ഹറാമാക്കിറ അത് ഞങ്ങൾക്ക് എഫക്റ്റ് ഉള്ളതായിട്ടിക്കരുത്. ഞങ്ങൾ ഈ ഭൗതിക ജീവിതം നാളെ പാരിത്രികമായ ജീവിതത്തിനും ഒരു എഫക്റ്റ് ഉള്ള വിഷയത്തിക്കരുത്. അതുകൊണ്ട് എൻ്റെ പിസത്തെ സത്യവിശ്വാസമായിട്ട് ചൊല്ലുള്ളത് ഇണ്ട് നിരീശ്വരവാദ യാറായിട്ടുണ്ടോ. നേരത്തെ ചൊന്നില്ലേ നിരീശ്വരവാദം ചൊന്നിട്ടെങ്കിൽ ഈ ദുനിയാവിടെ ആകാശത്തെ പടച്ചോർത്ത് ഇല്ല ചൊന്നിക്കരുത്. ഇതൊക്കെ ഞങ്ങൾ യുവ സമൂഹം കടന്നു പോയിട്ടുണ്ടോ, വലിയ അപകടമായ വിഷയത്തിക്കരുത്. ആരുമില്ല സൃഷ്ടിയാക്കണം. ഈ നിരീശ്വരവാദ പറഞ്ഞുകൊല്ലേ ഒന്നാമത്തെ പടി എന്തിനാ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹീഹായ ഹദീസിൽ നിഷേധിക്കുന്നതായിട്ടിക്കരുത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം സ്ഥിരപ്പെട്ട് വന്നിട്ട് സനദോട് കൂടി കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിട്ട് അതിനെ നിഷേധിക്കരുത്. നിരീശ്വരവാദത്തെ ഒന്നാമത്തെ പടി. കാരണം ഒരാൾ ഡയറക്റ്റ് ആയിട്ട് അല്ല ഇല്ല ചൊല്ലില്ല, ഇബ്ലീസ് ശൈത്താന് അവന്റെ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകേണ്ടത്. ഇത്തരത്തിലുള്ള ആൾമാർ നിങ്ങളെ മുട്ട ബറുവോರು ഹദീസിന്റെ വിഷയം ചൊല്ലുവോರು, അതായത് സ്വഹീഹായ ഹദീസിന്റെ വിഷയത്തിൽ ഇങ്ങനെ ചൊല്ലുവോರು. ഇതാ നിങ്ങളെ റസൂൽ ഇങ്ങനെ, നിങ്ങളെ മുഹമ്മദ് ഇങ്ങനെ, നിങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആക്കിര് അങ്ങനെ ആക്കിര് ഇത്ര മങ്ങിലായിട്ട് അതൊക്കെ പഠിക്കാണ്ട് ചിന്തിക്കാണ്ട് പാവപ്പെട്ട ആൾമാരെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ അവന് മനസ്സിലാക്കുക ശരിയല്ലേ, ഇതങ്ങനെയല്ലേ ഉള്ളത്, ഇയാൾ ചൊന്ന പോലെ ഉണ്ടല്ലേ. അങ്ങനെ ഹദീസ് നിഷേധത്തെ അവൻ കംപ്ലീറ്റ് ആയിട്ട് ഒപ്പിയാവണു. അവന്റെ കൽബ് ഒരു സീക്ക് ബന്ത് നിഷേധത്വ ചൊല്ലെ സീക്ക്. അങ്ങനെ ആ നിഷേധത്വ ചൊല്ലെ സീക്ക് ബന്നപ്പ നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനത് ആരത് നിരീശ്വരവാദികളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ചൊല്ലുണ്ടെങ്കിൽ അള്ളാഹുടെ ഖുർആന്റെ ആയത്ത് വൈത്ത്. ഇത് അള്ളാഹുടെ ഖുർആൻ. ഈ ആയത്തുക്ക് അർത്ഥം ഇങ്ങനെ ഊടെ ഇങ്ങനെ ചൊല്ലുന്നുള്ളൂ നിസ്കാര ചൊല്ലത് അത് ഇങ്ങനെ ആക്കുകയില്ലതല്ല, അത് ബദ്ധത്തെ അതിനങ്ങ് എങ്ങനെ ആക്കിയങ്ങാവിടൂ. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ആ സ്റ്റെപ്പും അവൻ കടന്നു പോകുമ്പോ പിന്നത്തെ അവന്റെ മാർഗത്തിക്കര് ഈ ദുനിയാവ് പഠിച്ചോണോർത്ത് ഇല്ല ചൊന്തോ മനസ്സിലാക്കണോ. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സ്ഥിരപ്പെട്ട് സ്വഹീഹായ ഹദീസുങ്ങ ഞങ്ങൾ മുന്നോലിക്കുമ്പോ അല്ലെ ഇമാം ബുഖാരി പോലത്തെ പണ്ഡിതന്മാർ അല്ലെ ചെറിയ വയസ്സിലെ ഹദീസിനെ ഗവേഷണാക്കുക. അങ്ങ് എത്രമാത്രം കഷ്ടപ്പാട് പ്രയാസ വന്നോರು സഹോദരന്മാരെ. ഇണ്ട് രണ്ടാമത്തെ പ്രമാണമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായിട്ട് ഹദീസിനെ ഞങ്ങൾ സ്വീകരിക്കുക. അത് പ്രമാണമായിട്ടിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ശിർക്കിൽ നിന്ന് തൗഹീദിന്റെ മാർഗത്ത് കൂട്ടിവന്ന ഇത് വലിയ സൗഭാഗ്യമായിട്ടിക്കര്. ബിദ്അത്ത് നിന്ന് സുന്നത്ര മാർഗത്ത് കൊണ്ടുവന്ന എന്നിട്ട് ഇതിൽ നിന്ന് ഞങ്ങൾ നിഷേധാക്കിയെങ്കിൽ ആ നിഷേധം ഞങ്ങളെ മനസ്സിൽ കടന്നു വന്നെ. നിങ്ങൾ നോക്കൂ എത്ര സഹോദരന്മാർ ഈ ദീനിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചങ്ങ ഇന്ന് ഒന്നും അല്ലാത്ത രൂപത്തിലുള്ളവർ
കാരണം അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നില്ലേ, യുസ്ബിഹു റജുൽ മുഅ്മിൻ വയുംസി കാഫിറുൻ. ഒരു മനുഷ്യൻ സുബൈ മുഅ്മിനായിട്ടിരിക്കും, അസർ നേരം അവൻ കാഫിറായിട്ട് തിരിച്ചു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞങ്ങൾ ഈമാൻ കുറഞ്ഞു പോകണ്ടു. അതുകൊണ്ട് ജാഗ്രത ആക്കണോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് തന്നെ ഹദീസിനെ അത് ഞങ്ങൾ ജീവിതത്തുകൊല്ലതായിട്ടിക്കറ്, അതിൽ പഠിക്കുകൊല്ലതായിട്ടിക്കറ്, അതിൽ സയൻസ് പരമായ ശാസ്ത്രീയപരമായ എത്ര വിഷയങ്ങ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രോഗ്രാം, ഇങ്ങനത്തെ ഒരു പ്രവചന കാര്യക്രമം ഇവിടെ എന്തിനു വെച്ച് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു വിഷയ, ഞങ്ങൾക്ക് മരിക്കുണ്ടോ, ഞങ്ങൾക്ക് മരണപ്പെടുകൊണ്ടോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസില്ലേ, യത്ബഉൽ മയ്യിത സലാസത്തുൻ അഹ്ലുഹു വമാലുഹു വയബ്ഖാ അമലുഹു ഫർജി ഇത്നാൻ ഇല്ലാ വാഹിദ വയബ്ഖാ അമലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അതൊക്കെ ഒരു ചരിത്രമുണ്ടോ. ഒരു രാജാവ് 3 പെഞ്ഞായിമാർ എത്തിക്കറോ. ഒരു രാജാവ് 3 പെഞ്ഞായിമാർ നല്ലപോലെ മനസ്സിലാക്കണോ. ആ രാജാവ് ഫസ്റ്റ് 2 പെഞ്ഞായിടെ നല്ല രൂപത്തിൽ പിർസാക്കറ, നല്ല രൂപത്തിൽ പിർസാക്കറ. അങ്ക് എന്ത് വേണം അതിൽ കേക്ക് കൊടുക്കുക. ആർക്കും ആ പെഞ്ഞായിമാരെ വിട്ടുകൊടുക്കാനോ ഇഷ്ടപ്പെടില്ല. എന്നിട്ട് ആ 2 പെഞ്ഞായിമാർക്ക് പിർസാക്കി ടൈം കിട്ടിയെങ്കിൽ മാത്രമേ 3ാമത്തെ പെഞ്ഞായി ആ രാജാവ് പിർസാക്കിക്കൊണ്ടിരുന്നേ. ഇതെന്തായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് ഈ ഹദീസ് ആയിട്ടിക്കറ്. യത്ബഉൽ മയ്യിത സലാസത്തുൻ. ഒരു മയ്യത്ത് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ പേര് 3 വിഷയം ക്രമീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് അഹ്ലുഹു, അവന്റെ കുടുംബക്കാർ, വമാലുഹു, അവന്റെ സമ്പത്ത്, വഅമലുഹു. ഇത് ചൊല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല്, ഫർജി ഇത്നാനി വയബ്ഖാ വാഹിദ യർജു അഹ്ലുഹു വമാലുഹു വയബ്ഖാ അമലുഹു. അതെ, അവന്റെ ജനാസ ഖബറടിക്കൽ, പിന്നെ അവന്റെ മയ്യത്തിനെ ഖബറടിക്കൽ, പിന്നെ 2 വിഷയം അവന്റെ നിന്ന് പിന്തിരിഞ്ഞു പോകണ്ടു. ഏതത്? ഒന്നാമത്തെ പിഞ്ഞായി ചൊന്നെങ്കിൽ ഞങ്ങളെ കുടുംബത്തിക്കരുത്, ഞങ്ങളെ കുടുംബത്തിക്കര് അല്ലെ. ഞങ്ങളെ കുടുംബത്തെ നോക്കോ ബൽത്തോകോ ഞങ്ങൾ ജാവ് പോലും അധ്വാനിക്കറ. ശരി, ഞങ്ങളെ മക്കളെ നോക്കോ ജാവ് പോലും അധ്വാനിക്കറ. നോക്കണു നല്ലത് എന്നെങ്കിൽ ആ നോക്കുന്ന ടൈമിലു ഞങ്ങൾ ആഖിറത്തെ മറന്നു പോണ്ട, പരലോകത്തെ മറന്നു പോണ്ട. എന്നെങ്കിലും ഈ അഹിൽക്കാർ, ഈ കുടുംബത്തങ്ങ ഞങ്ങളെ ആ ഒരു മനുഷ്യന്റെ ഒരു അബ്ബടെ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ മയ്യത്ത് ആ കബറിൽ വെച്ചതിൽ പിന്നെ 1 ഗಂಟೆ 6 ಗಂಟೆ തസ്ബീഹ് ചൊന്തു അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോണ്ട്. ഇണ്ട് തോലു ഒരു പെഞ്ഞായി ചൊന്നിട്ടില്ല. എന്തിനെ നന്റെ മാപ്പിളയുടെ കബറിൽ നാം വറങ്ങടൻ ചൊന്തു എത്ര പിരിച്ചത് പെഞ്ഞായി ചൊന്തില്ല. അതേപോലെ ഒരു മാപ്പിളയും ചൊന്തില്ല നന്റെ പെഞ്ഞായുടെ കബറിൽ നാം വറങ്ങടെ ചൊന്തു. അല്ലെങ്കിൽ ഒരു മക്കും ചൊന്തില്ല നന്റെ അബ്ബമ്മ ഇത്ര പിരിച്ചപ്പെട്ട നന്റെ അങ്ങനെ ബൽത്തിറു ഇങ്ങനെ ബൽത്തിറു അങ്ങ് മരിച്ച ഞങ്ങളെ കബറുകൾക്ക് പോയിട്ട് നാം വറങ്ങടെ ചൊന്തു ഒരാളും ചൊന്തില്ല. കാരണം ആ മയ്യത്ത് കബറടിക്കൽ പിന്നെ അങ്ങ് പിന്തിരിഞ്ഞു പോണ്ടോറു. 2ാമത്തെ അവന്റെ സമ്പത്തായിട്ടിക്കറ് ആർക്കും കൊടുക്കാണ്ടെ ബാങ്ക് ബാലൻസിൽ കൂട്ടി വെച്ച് അല്ലെ. പാവത്തവൻ വന്ന് കേൾക്കുമ്പോ അവന്റെ അർസത്തിൽ ആട്ടി ഓടിപ്പാട്ടി ആൾമാർ അല്ലെ അല്ലെ. എന്നിട്ട് ആ മനുഷ്യൻ മരണപ്പെടുന്നതോട് കൂടി ആ സ്വത്ത് വേറെ ആളാവും, വേറെ അവകാശങ്ങളാവും. അങ്ങനെ 2 കാര്യം മനുഷ്യനിൽ നിന്ന് പിന്തിരിഞ്ഞു പോണ്ടോ. ഇല്ല വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുവളുടെ നേരത്തെ ചൊന്നില്ലേ 2 പെഞ്ഞായിന്റെ ടൈം കിട്ടെ മാത്രമേ 3ാമത്തെ പെഞ്ഞായി നോക്കറേ അമലുഹു. ഞങ്ങൾ എടുക്കുന്ന അമലായിട്ടിക്കരുത്, ഞങ്ങൾ പ്രവർത്തനമായിട്ടിക്കരുത്. സഹോദരന്മാർ, ഞങ്ങൾ പ്രവർത്തിക്കണം, അമൽ എടുക്കണമാ. നന്റെ കബറുകു നന്റെ 6 അടി മണ്ണ് നോക്കിട്ടില്ലേ, ഞങ്ങൾ കബർ നോക്കിട്ടില്ലേ അല്ലെ. ഇട്ട ഡ്രസ് ഇപ്പൊ ഞങ്ങൾ ഇട്ട ഇത് ഞങ്ങളെ കൈ കൊണ്ട് പട്ടൻ എടുക്കണമാ. അതല്ല ഞങ്ങളെ മയ്യത്ത് കുളിപ്പാട്ടവന്റെ കൈ കൊണ്ട് എടുക്കണമാ. അത്ര നിസ്സാരമായിട്ട് സഹോദരന്മാരെ ദുനിയാവും, അത്ര നിസ്സാരമായിട്ട് ഞങ്ങൾക്ക് വന്നില്ല. സുബൈ നല്ല ഇസ്തുരി ഇട്ടിട്ട് നല്ല കലകിട്ട് ഇസ്തുരി ഇട്ടിട്ട് ഈ വസ്ത്രം ഇട്ടങ്ങണ ഇനി ഇത് ഞങ്ങളെ കൈ കൊണ്ട് മാത്രമാ. അതല്ല ഞങ്ങളെ മയ്യത്ത് കുളിപ്പാട്ടവന്റെ കൈ കൊണ്ട് മാത്രമാ. എത്ര നിസ്സാരമല്ലേ ദുനിയാവുടെ ജീവിതം. ആറ് കൂടി ശാശ്വതമുണ്ടോ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോൽ ഞങ്ങൾ നിന്ന് വഫാത്തായിട്ട് പോയിട്ടില്ലേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് പോയില്ലേ അല്ലേ. ആ മയ്യത്ത് കബറിൽ വെച്ചതിൽ പിന്നെ ആ തായ് ഗുലിയിൽ മയ്യത്ത് വെച്ചതിൽ പിന്നെ കല്ലെല്ലൊക്കെ മൂടിയിട്ട് മണ്ണിട്ടാൽ പിന്നെ ആറുള്ളവരുടെ അതാ ചൊല്ലേ വയബ്ക അമലുഹു. നിന്റെ കൂടെ അവിടെ നീ കുപ്പകരിക്കരുത്, അമല് മാത്രമായിട്ട് ചൊന്തോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാറ്റുണ്ട്. അതുകൊണ്ട് ആ മരണ എത്ര എപ്പ എങ്ങനെ പണ്ടിട്ട് ചൊല്ലുക സാധ്യമില്ല. അത് മുഖേന എന്തായിട്ട് തൗഹീദ് ശിർക്ക് ചൊന്ത് ഞങ്ങൾ പഠിക്കണം. ಎಂದ್ರೈಟಿಗೆ ಸುನ್ನತ್ ಬಿದಾತ್ ಚೊಂತ ನಂಗೆ ಪಡಿಕೋನು, ಎಂದ್ರೈಟಿಗೆ ಹರಾಮು ಹಲಾಲು ಚೊಂತ ನಂಗೆ ಕೃತ್ಯಮಾയിട്ട് പഠിക്കണു. അങ്ങനെ തൗഹീദര മാർഗത്തിൽ അള്ളാഹുടെ മേൽ ഏകത്വത്തെ ആ വിശ്വാസം വെച്ചിട്ട് എന്ത് പ്രയാസപ്പെട്ട് എന്ത് കഷ്ടപ്പാടുപെട്ട് നന്റെ റബ്ബു മാത്രമേ നക്കുള്ളത്.
രണ്ട് അല്ലാഹ് മാത്രം നമുക്കുള്ളത്. അമ്മ യുജീബുൽ മുൽതറ ഇദാ ദഅഉ വയക്സിഫു സൂഅ വയജഅലുകും ഖുലഫാഅൽ അർള് അഇലാഹും മഅല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ അമ്മ യുജീബുൽ മുൽതറ. മുൽതറ ചൊന്നെ ഗതിമുട്ടി പോയവനു, കുടുങ്ങി പോയവനു, ഇന്നൊരു തെരുവില്ലവനു രക്ഷപ്പെടകൂ. അങ്ങനെ ആ സന്ദർഭത്തെ ഇദാ ദഅഉ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നവനു അഇലാഹും മഅല്ലാഹ്. അല്ലാഹു അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഇലാഹ് ഉള്ളോറാ? അല്ലാഹ് കേക്കരേ, അല്ലാഹ് പ്രശ്നം കേക്കരേ. അല്ലാഹു അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഇലാഹ് ഉള്ളോറാ? ഉള്ളോറ സഹോദരന്മാരെ, ഏതെങ്കിലും ഒരു ആരാധ്യനുള്ളനാ? ഇല്ല. ഞങ്ങളെ സൃഷ്ടിച്ചവൻ, ഞങ്ങളെ പടച്ചവനു, ഞങ്ങളെ മനസ്സിലുള്ള അരീഡവനായിട്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിട്ടെ ഏറ്റിക്കുന്നു കേൾക്കണം. അതായിട്ടിരിക്കുന്ന ബുദ്ധി ഉള്ള മനുഷ്യന്മാരാക്കുന്ന വിഷയ. അല്ലാണ്ട് ഞങ്ങളെ പോലെ ജീവിച്ചിട്ട് മരണപ്പെട്ടു പോയിട്ട് സ്വന്തം ശരീരത്തെ പോലും ആ മണ്ണിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടുത്തു സാധ്യമില്ലാത്ത കാലി അവസാനം മുള്ളു മാത്രമേ ഓലിടെ ആ മനുഷ്യന്റെ പോയിട്ട് പ്രാർത്ഥിക്കണ ബലത്തെ ബുദ്ധി ഇല്ലാത്ത വിവരം ഇല്ലാത്ത ആൾമാർ ആറുള്ള സഹോദരന്മാരെ. അതുകൊണ്ട് തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. മരിക്കുന്നോർത്തും അല്ലാഹുട്ടെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ തബ്ബിതു, അല്ലാഹുട്ടെ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ എൻ്റെ കൽബിനെ നീ ഇസ്തിഖാമത്തിൽ നിപ്പാട്ടണം അലാ ദീനിക്ക്, നിന്റെ ദീനിന്റെ പേരിൽ. കാരണം പല നമത്തുള്ള ബെടുക്കുതരം ഇങ്ങനത്തെ നിരീശ്വരവാദം ഞങ്ങൾ മുന്നിൽ കടന്നു വന്നിട്ടുണ്ടോ. അതുകൊണ്ട് സ്വന്തം ശരീരത്തൊട്ടിക്ക് ഞങ്ങൾ ജിഹാദാക്കണം. ഈ ശരീരത്തെ അല്ലാഹുടെ മാർഗത്തിൽ മരിക്കുന്നോർത്തോളം ഞങ്ങൾ ഉറച്ച് നിപ്പാട്ടണേറ്റിക്ക് ഈ സന്ദർഭത്തിൽ നണ്ടിട്ടുകൊണ്ട് നിങ്ങളുടെ ചൊല്ലുകൊള്ളത്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ എല്ലാ ഭാഗത്തിലും അനുസരിക്കൂ. തീർച്ചയായിട്ടും അല്ലാഹുടെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവണം. മുസ്ലിമീങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ റസൂൽ ഇത്തിബാക്കുണ്ടെങ്കിൽ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പഠിപ്പുല്ലങ്ങ വിവരമുല്ലങ്ങ ആവണു. ചൊന്തുല്ല വിഷയ കൂടി ചൊന്തു ഞാൻ എൻ്റെ പ്രസംഗത്തെ അവസാനിപ്പിക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ എല്ലാ ഭാഗത്തിലും പിർസാക്കും അനുസരിക്കും ഇത്തിബാക്കും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മാരകമായ ശിർക്കൻ വിശ്വാസത്തിന് അല്ലാഹു ഞങ്ങൾ എല്ലാവരും ഈമാന്റെ കാത്ത് സലാമത്താക്കട്ടെ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കുക. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.